സർക്കാരിനുള്ള അവഗണനയ്ക്കെതിരെ LDF നിലമ്പൂർ BSNL ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. അവഗണനയുടെയും വിവേചനത്തിന്റെയും ഒരു നീണ്ട ഭൂതകാലം നമുക്കുണ്ട്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ അന്തർദേശീയ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചിരുന്നത്. അതിന്റെ ആദ്യ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട്, അവിടുത്തെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനമായിരുന്നില്ല ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിച്ചിരുന്നു. നാം അകറ്റി നിർത്തപ്പെട്ട ഒരു ജനതയും ഒരു സംസ്ഥാനവുമായി ഒരു തരത്തിലും നീതി പുലർത്താത്ത ഭരണ സംവിധാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ അതിൽ നിന്നും ഒരു പടി കൂടി കടന്നു ഇന്നലെ വരെ കേന്ദ്ര അവഗണനയായിരുന്നുവെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്നും കേരളത്തിന് നേരിടേണ്ടി വരുന്നത് വെറും അവഗണന മാത്രമല്ല, ഒരു തരം യുദ്ധമാണ്. കേരളം എന്നൊരു യുദ്ധത്തെ നേരിടുകയാണ്. പോർവിമാനങ്ങളും പടക്കോപ്പുകളും ഉപയോഗിച്ചുള്ള പരമ്പരാഗതമായി നാം കേട്ടു ശീലിച്ച യുദ്ധമല്ല, സാമ്പത്തിക യുദ്ധം. ആധുനിക കാലത്തെ യുദ്ധത്തിന് പല മുഖങ്ങളാണ്. കേരളത്തോട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. കേരളീയരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊല്ലും എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തോട് മോദി സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സാമ്പത്തിക ഉപരോധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അരുണാചൽ പ്രദേശിന് നൽകുന്ന പരിഗണന മാത്രമാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നൽകുന്നത്. പ്രധാനമന്ത്രി വയനാട് ദുരന്ത മേഖല സന്ദർശിക്കുവാനെത്തിയത് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുന്നത് പോലെ ആഹ്ലാദിക്കാനാണെന്നും M. സ്വരാജ് പറഞ്ഞു. ഇടതുപക്ഷ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി വേറൊന്നാകുമായിരുന്നുവെന്ന സംശയവും സ്വരാജ് പ്രകടിപ്പിച്ചു. LDF നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. E. പത്മാക്ഷൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, CPM ഏരിയ സെക്രട്ടറിമാരായ T. രവീന്ദ്രൻ, K. മോഹനൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ, PT ഉമ്മർ, CPI മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ്, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് MA തോമസ്, INL ജില്ലാ വൈസ് പ്രസിഡന്റ് പാറാട്ടി കുഞ്ഞാൻ, കോൺഗ്രസ് S ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, കേരള കോൺഗ്രസ് B ജില്ലാ വൈസ് പ്രസിഡന്റ് വേട്ടേക്കോടൻ ഷംസുദ്ദീൻ, NCP ജില്ലാ സെക്രട്ടറി KV തോമസ് എന്നിവർ സംസാരിച്ചു. CPM ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് LDF പ്രവർത്തകർ പങ്കെടുത്തു. നിലമ്പൂർ CI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.